ഹായ് എവരിവൺ. നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഫാസിസം, അല്ലേ? രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, വിവിധ തരത്തിലുള്ള സംഘടനകളായിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയുന്നതിന് വേണ്ടിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാം ഇന്ന് കാലത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഫാസിസം എന്നുള്ളത്. സത്യത്തിൽ എന്താണ് ഈ ഫാസിസം? നമുക്ക് ഈ ഫാസിസം എന്താണ് എന്നുള്ളതൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. 20-ാം നൂറ്റാണ്ടോടുകൂടി ലോകത്ത് ശക്തി പ്രാപിച്ച ഒരു പ്രത്യയശാസ്ത്രമാണ് ഫാസിസം. ഫാസിയോ എന്ന ഇറ്റാലിയൻ വാക്കിൽ നിന്നുമാണ് ഫാസിസം എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. കെട്ട് അഥവാ ബണ്ടിൽ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. പൊതുവെ ഒരു കൂട്ടം, ലീഗ് ഓർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു അർത്ഥം തന്നെയാണ് ഇതിന് വരുന്നത്. ഫാസിയോ എന്ന വാക്കിന് ദണ്ടുകളുടെ കൂട്ടം അഥവാ ബണ്ടിൽ ഓഫ് റോഡ്സ് എന്നത് സൂചിപ്പിക്കാൻ ലാറ്റിൻ ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന ഫാസസ് എന്ന വാക്കുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഫാസിസ്റ്റ് നേതാവായിരുന്ന മുസോളിനിയിലൂടെയാണ് ലോകത്ത് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായിട്ടുള്ള ഫാസിസം എന്നത് ശ്രദ്ധേയമാവുന്നത്. അതിതീവ്ര ദേശീയതയുമായി ഉയർന്നു വന്ന് 1922 മുതൽ 1943 വരെ ഇറ്റലി അടക്കി ഭരിച്ചിരുന്ന നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചതും മുസോളിനിയായിരുന്നു. ഫാസിസത്തിന് കൃത്യമായൊരു നിർവചനം കൊടുക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. 1921 മുസോളിനി തന്റെ ഫാസിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത്. എന്നാൽ അപ്പോൾ പോലും താൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ഫാസിസ്റ്റ് മൂവ്മെന്റുകളെ കുറിച്ചോ ഫാസിസം എന്ന ആശയത്തെ കുറിച്ചോ അത്ര വലിയ ഐഡിയ ഒന്നും മുസോളിനിക്കും ഉണ്ടായിരുന്നില്ല. ആകെ ഒന്ന് മാത്രമായിരുന്നു മനസ്സിൽ: ഇറ്റലിയെ എങ്ങനെയെങ്കിലും ഭരിക്കണം. അതിതീവ്ര ദേശീയതയ്ക്കും പലപ്പോഴും വംശീയവാദത്തിനും പ്രാധാന്യം നൽകുന്ന, വ്യക്തികൾക്കല്ലാതെ കൂട്ടങ്ങൾക്ക് ഊന്നൽ നൽകുന്ന, ഭരിക്കുന്ന വ്യക്തിക്കെതിരെയോ ഗവൺമെന്റിനെതിരെയോ പാർട്ടിക്കെതിരെയോ യാതൊരു തരത്തിലുള്ള വിമർശനങ്ങളും അനുവദിക്കാത്ത സർവ്വ അധികാരങ്ങളുമുള്ള ഒരു സ്വേച്ഛാധിപതിയുടെ നേതൃത്വത്തിൽ ഭരിക്കപ്പെടുന്ന ഒരു സർക്കാർ സംവിധാനമാണ് ഫാസിസം വിഭാവനം ചെയ്യുന്നത്. ജർമ്മൻ സ്വേച്ഛാധിപതി അഡോൾഫ് ഹിറ്റ്ലർ, സ്പെയിൻ സ്വേച്ഛാധിപതി ഫ്രാൻസിസ്കോ ഫ്രാങ്കോ, മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ഹിഡക്കി ടോജോ എന്നിവർ ചരിത്രത്തിൽ ഇടം പിടിച്ച കുപ്രസിദ്ധ ഫാസിസ്റ്റ് നേതാക്കളാണ്. അതിതീവ്ര ദേശീയതയാണ് ഫാസിസത്തിന്റെ മുഖമുദ്ര. തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നതിനോ നരഹത്യകൾ, കൂട്ടക്കൊലകൾ തുടങ്ങിയ ക്രൂരതകൾ ചെയ്യുന്നതിനോ യാതൊരു തരത്തിലുള്ള മടിയും ഫാസിസ്റ്റ് നേതാക്കൾക്ക് വരാറില്ല. തങ്ങൾക്ക് ഭീഷണി എന്ന് തോന്നുന്ന എന്തിനേയും, അതിനെ ഒരു വ്യക്തിയായാലും കൂട്ടമായാലും പ്രത്യയശാസ്ത്രമായാലും ശരി, അവയെല്ലാം ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്നുള്ളത് ഫാസിസത്തിന്റെ പ്രകടമായൊരു അജണ്ടയാണ്. സ്വേച്ഛാധിപതിക്കെതിരെ എഴുതുന്ന കൈകളല്ല, സ്വേച്ഛാധിപതിക്ക് വേണ്ടി വാളേന്തുന്ന കൈകളാണ് ഫാസിസത്തിന് ആവശ്യം. അതുകൊണ്ട് തന്നെ ജനത്തിനേക്കാളേറെ ഫാസിസത്തിൽ കരുത്തനായൊരു സ്വേച്ഛാധിപതിക്കും അയാളുടെ സൈന്യത്തിനുമാകും പ്രാധാന്യം. ജനാധിപത്യ മൂല്യങ്ങൾക്കോ വ്യക്തി സ്വാതന്ത്ര്യത്തിനോ യാതൊരു വിലയും ഫാസിസം കൽപ്പിക്കുന്നില്ല. ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ അവിടെയുള്ള മുഴുവൻ പത്രമാധ്യമങ്ങളും ആ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ദേശീയത പോലെയുള്ള വികാരങ്ങൾ കുത്തിയിളക്കി വിട്ടും അടിച്ചമർത്തപ്പെട്ട ജനതയാണ് തങ്ങളെന്ന് അനുനിമിഷം ജനങ്ങളെ പറഞ്ഞ് പ്രകോപിപ്പിച്ചിട്ടുമാകും ഒരു ഫാസിസ്റ്റ് ഭരണകൂടം അവിടെയുള്ള ജനവികാരങ്ങളെ നിയന്ത്രിക്കുന്നത്. എതിർ ശബ്ദങ്ങളെ ഒരു നിലയ്ക്കും ഫാസിസം അനുവദിക്കുന്നില്ല. അധികാരത്തിൽ വന്ന മുസോളിനി ആദ്യം ചെയ്തത് തന്നെ തന്റേതല്ലാത്ത മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും അവയുടെ മുഖപത്രങ്ങളെ നിരോധിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടുകൂടി മുസോളിനിയുടെ ഫാസിസ്റ്റ് ഭരണവും ഇറ്റലിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടുവെങ്കിലും അതിനുശേഷവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, വിവിധ രൂപങ്ങളിൽ നിലനിന്നിരുന്ന ഒന്ന് തന്നെയായിരുന്നു ഫാസിസം. ഇന്നും ഇതേ ഫാസിസം ഏറിയും കുറഞ്ഞും നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് താനും. ഫാസിസ്റ്റ് ശക്തികളുടെ അസ്തമയം വരെ ഫാസിസം എന്നുള്ളത് ഒരു മോശം വാക്കായിട്ട് ആരും കണക്കാക്കപ്പെട്ടിരുന്നില്ല. ഇന്നത് ജനാധിപത്യ രാജ്യങ്ങളിൽ ഉൾപ്പെടെ രാഷ്ട്രീയ കക്ഷികൾ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ പ്രയോഗിക്കാനുള്ള ഒരു വാക്കായിട്ട് മാറിയിട്ടുണ്ട്. ഫാസിസ്റ്റുകളാണ് തങ്ങളെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ കൂടി ഫാസിസത്തിന്റെ അതേ ഗുണങ്ങൾ ഏറിയും കുറഞ്ഞും കാഴ്ചവെക്കുന്ന നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഗവൺമെന്റുകളും ഇന്നും ലോകത്ത് നിലവിലുണ്ട്. മുസോളിനിയിൽ തുടങ്ങി മുസോളിനിയിൽ തന്നെ അവസാനിക്കുന്ന വെറും ഒരു രാഷ്ട്രീയ സിദ്ധാന്തമല്ല ഫാസിസം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മണ്ണടിഞ്ഞു പോയ ഫാസിസ്റ്റ് നേതാവ് മുസോളിനി ഇനി തിരിച്ചു വന്നില്ലെന്ന് വരാം. പ്രതാപമറ്റ് തകർന്നു വീണ ഇറ്റാലിയൻ ഫാസിസം അതേ രൂപത്തിൽ തന്നെ തിരിച്ചു വന്നില്ലെന്നും വരാം. എങ്കിലും എവിടെയൊക്കെയോ ജനാധിപത്യ മൂല്യങ്ങളെ ലംഘിച്ചുകൊണ്ട് മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ഗവൺമെന്റ് ഉദയം കൊള്ളുന്നുവോ, എവിടെയെല്ലാം ജനാധിപത്യ മൂല്യങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ഭരണകൂടം തങ്ങളുടെ വന്യമായ ഭരണം കാഴ്ചവെക്കുന്നുവോ അവിടെയെല്ലാം ഉള്ളത് ഫാസിസം തന്നെയാണെന്ന് നമുക്ക് പറയാം. അവയെല്ലാം തന്നെ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളാണെന്നും നമുക്ക് പറയാം. കാരണം ഫാസിസ്റ്റ് സാമ്രാജ്യങ്ങൾ നിലംപൊത്തിയെങ്കിലും ഇവിടെ നിന്നും ജീവനറ്റ് പോയിട്ടില്ലാത്തൊരു മനോഭാവമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമോ ആണ് ഈ ഒരു ഫാസിസം. അപ്പോൾ ഫാസിസം എന്ന ആശയത്തെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അത് വലിയൊരു ആശയമാണ്. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ളൊരു നിർവചനം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് അതിന്റെ ഫീച്ചേഴ്സ് പരിശോധിക്കുക, ആ ഫീച്ചേഴ്സ് ഉള്ളവരെ അല്ലെങ്കിൽ ഉള്ള ഗവൺമെന്റിനെ ഇപ്പോഴും ഫാസിസം ആണെന്ന് പറയുക, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കൊന്ന് സാധ്യമായിട്ടുള്ളൂ. ഒരിക്കലും ഹിറ്റ്ലറും മുസോളിനിയും അതുപോലെ തന്നെ അവരുടെ ഭരണങ്ങളും അതേ രൂപത്തിൽ തിരിച്ചു വരില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഈ പറയുന്ന ഫാസിസത്തിന് അതിൻ്റെതായ ചില ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ട്. അത് ഇന്നും വേണമെന്നുണ്ടെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഗവൺമെന്റുകൾക്കും കാണിക്കാം. അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളെയും ഗവൺമെന്റുകളെയും ഫാസിസ്റ്റ് എന്ന് തന്നെ നമുക്ക് വിളിക്കുകയും ചെയ്യാം.